നമസ്കാരം. 30 ലക്ഷവും ടൈറ്റിലും യഥാർത്ഥ തിരക്കഥാകൃത്തിന് നൽകണം. ഒരു കോടതി ഉത്തരവിട്ടതാണ്. ആരെ പേരിലെന്നറിയോ? ഏത് പൊട്ടത്തരത്തിലും എടുത്ത് ചേർന്ന മേജർ രവിക്ക് കോടതി കൊടുത്ത ഉത്തരവാണ്. 30 ലക്ഷം രൂപയും ടൈറ്റിലും അവർക്ക് നൽകണം, യഥാർത്ഥ ഉടമയ്ക്ക്. 13 വർഷം പോരാട്ടം നടത്തിയാണ് കോട്ടയത്തുകാരനായ തിരക്കഥാകൃത്ത് റെജി മാത്യു കോടതിയെ കൊണ്ട് ഈ വിധി പ്രസ്താവിപ്പിച്ചത്. കോട്ടയം കമേഴ്ഷ്യൽ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. കാരണം കഥ മോഷണമാണ് എന്ന് തെളിഞ്ഞു. പകർപ്പവകാശ വിധി പറയാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ജയിച്ച ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും. ശരത്ചന്ദ്രൻ വയനാട് എന്ന് പറഞ്ഞ പാവം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ഇപ്പോൾ ഡയറക്ടറായി. അയാളുടെ സ്വപ്നമായിരുന്നു ആ സിനിമ ചെയ്യണം. അയാൾ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കലിൻ്റെ സെറ്റിൽ വെച്ച് ഈ കഥ കലാഭവൻ മണിയോട് പറഞ്ഞു. ആ കഥ കേട്ടപ്പോൾ മണിക്ക് ത്രില്ലടിച്ചു. മണി അപ്പം തന്നെ അവിടെ അന്ധനായി അഭിനയിച്ച് ദാമുമായിട്ട് ചെയ്ത് കാണിച്ചു. പിന്നെ കേൾക്കുന്ന വാർത്ത, മലയാള സിനിമയിലെ സദ്ഗുണസമ്പന്നനായ എല്ലാ നന്മകളുടെയും വിളനിലമായ, സ്ത്രീകളെയൊക്കെ ദൈവത്തെ പോലെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന, ഈ നാട്ടിലെ നിയമത്തിനും നീതിക്കുമൊക്കെ വേണ്ടി പ്രതികരിക്കുന്ന, വിഗും റോസ് പൗഡറും ഉണ്ട കണ്ണുമൊക്കെ വെച്ച് കറക്കി കഴിഞ്ഞ 10-15 വർഷമായി മലയാളിയെ കള്ളം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന മഹാൻ ആ കഥ അടിച്ചുകൊണ്ടിരിക്കും. കാരണം മണി അയാളുടെ വേറൊരു പടത്തിൻ്റെ ലൊക്കേഷനിൽ ചെന്ന് കഥ പറഞ്ഞപ്പോൾ അയാൾ അതിനെ ചുരണ്ടി അയാളുടെ കഥയാക്കി. അവസാനം ചലമ്പാണ്ട് കോടതി പറഞ്ഞ് പൈസ ഓർഡറാന്ന് ശരത്ചന്ദ്രൻ. ശരത്ചന്ദ്രൻ ഒരുപാട് വാശിക്ക് പോയില്ല എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ നിർമ്മാതാക്കളിൽ പലരും 3 പേരായിട്ടായിരുന്നു നിർമ്മാതാക്കൾ. അതിലൊരാൾ ശരത്തുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് അയാളൊരു ചെറിയ തുക പറഞ്ഞു, കുറച്ച് ലക്ഷങ്ങൾ. അത് മാച്ചോട്ട് അയാൾ പോയി. ഒരു എളുപ്പമില്ലാതെ അതിന് ശേഷവും അതിൻ്റെ കഥാകൃത്ത് ഈ ഡ്യൂപ്ലിക്കേറ്റ് പുസ്തകം ഇറക്കി അയാളുടെ പേരിൽ. എന്തുകൊണ്ട് ആ പുസ്തകം? കഥമോഷണം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. 2010 മേജർ രവി ഈ പറയുന്ന റെജി മാത്യുവിനെ ഒരു കഥ പറയാൻ പിടിച്ചു എറണാകുളത്തേക്ക്. കോട്ടയംകാരനാണല്ലോ റെജി. പട്ടാള കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദ്യം. പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം 80,000-ഓളം പെൺകുട്ടികളെ മിസ്സിങ് ആകുന്നു എന്നൊരു വാർത്ത വന്നു ആ മാഗസീനിൽ. അത് ബേസ് ചെയ്തൊരു കഥ ഇയാൾ പറഞ്ഞു. ആര്? നമ്മുടെ റെജി മാത്യു. കഥ, തിരക്കഥ, സംഭാഷണം റെജി മാത്യുയുടെ. കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായി സിനിമ എന്ന് ചോദിച്ചപ്പോൾ മോഹൻലാലിലാണ് പ്രധാന വേഷം ചെയ്യേണ്ടത്. ആ പ്രൊഡ്യൂസർ മാറി, പുതിയൊരു നിർമ്മാതാവ് വരട്ടെ, നമുക്ക് തുടങ്ങാം എന്ന് ഉറപ്പ് കൊടുത്തു. ആ പുതിയ പ്രൊഡ്യൂസർ വരട്ടെ, മോഹൻലാലിൻ്റെ ആയിട്ട് വരും എന്ന്, അല്ലെങ്കിൽ മേജർ അല്ലേ മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിൽ റെജി മാത്യു നടന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ചിത്രഭൂമി, മാതൃഭൂമിയുടെ ചിത്രഭൂമി വാരിക വായിക്കുന്ന ശീലമുള്ളതുകൊണ്ട് എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു കവർ സ്റ്റോറി വന്നിരിക്കുന്നു. ചിത്രീകരണം ആരംഭിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. പല പ്രാവശ്യം മേജർ രവിയെ റെജി മാത്യു വിളിച്ചു നോക്കി. പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുന്നേ ഇല്ല. തിരക്കാണ് അദ്ദേഹം. അവിടെ വച്ച് റെജി മാത്യു ഒരു തീരുമാനമെടുത്തു. നിയമപരമായി ഇദ്ദേഹത്തെ നേരിട്ടാലേ അർഹതപ്പെട്ടത് എനിക്ക് കിട്ടൂ എന്ന് മനസ്സിലായി. റെജി മാത്യു എന്ന ആളെ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല, ഇങ്ങനൊരു സിനിമാക്കാരനേ മലയാള സിനിമയിലില്ല എന്നൊക്കെയാണ് മേജർ പറഞ്ഞത്. അപ്പോൾ കാണിച്ചു തരാമെന്ന് റെജിക്കും തോന്നി. ഇതിൻ്റെ ഒരു റൈറ്റും വിൽക്കാൻ പാടില്ല, എഴുത്തുകാരുടെ പേര് സിനിമയിൽ സ്ക്രീനിൽ എഴുതി കാണിക്കണം എന്നൊക്കെ കോടതി വിധി വന്നു. 5 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടാണ് പ്രദർശനം തുടങ്ങാൻ. ഒന്നും
മേജർ ചെയ്തില്ല. എന്നെ ഒരു പുല്ലും സെൻസ് കോടതിയല്ല ഇനി ആര് പറഞ്ഞാലും ഇവിടെ ചില താടകകൾ നടക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്യില്ല, ഞാൻ കൊടുക്കുകയില്ല പൈസ എന്നുള്ള രീതി നടക്കും. ഇപ്പോൾ വിധി വന്നല്ലോ, 30 ലക്ഷം രൂപയും അയാളുടെ ടൈറ്റിലും കൊടുത്തിട്ട് മാത്രം ഇനി മുമ്പോട്ട് പോയാൽ മതി. വർഷങ്ങൾ കഴിഞ്ഞേ 13. വിധി വന്ന ദിവസം റെജി മാത്യുവിന് ഒരു ഫോൺ കോൾ വന്നു. നിന്നെ ഞാനങ്ങ് തീർക്കുകയാണ് കേട്ടോടാ, എടാ CBI എന്ന് മറ്റേ നമ്മുടെ പ്രതാപചന്ദ്രൻ ചേട്ടൻ വിളിച്ചതുപോലെ നിന്നെ ഞാനങ്ങ് തീർക്കുകയാണ് എന്ന്. പൊങ്ങന്മാർ മാത്രമേ അങ്ങനെയൊക്കെ പറയുള്ളൂ അല്ലേ, തീക്കണവൻ ആരെങ്കിലും ഇത് വെളിയിൽ പറയുമോ? റെജി മാത്യുവിന് അത് മനസ്സിലായില്ലാന്ന് തോന്നുന്നു. എന്നെ തട്ടിക്കളയും എന്ന് പറഞ്ഞു എന്നാണ് റെജി മാത്യു പറയുന്നത്. ഒരുത്തനും ഒരു പുല്ലും ചെയ്യില്ലെന്നേ, വാചകമണി മാത്രമേ ഉള്ളൂ. നിന്നെ ഞാനങ്ങ് തീർക്കുകയാണ്, അതിന് ഞാനൊരു 60 ലക്ഷം രൂപ അങ്ങ് ചിലവാക്കും. എടാ അതിൽ നിന്നൊരു 10 ലക്ഷം രൂപയും കഥ മാത്രം റെജിയുടെ പേര് വെച്ചെങ്കിൽ പോലും റെജി കേസിന് പോകില്ലായിരുന്നു. അവനെ തട്ടാൻ 60 ലക്ഷം രൂപ മുടക്കാനുണ്ട് കയ്യിൽ. അറിച്ചോക്കി എൻ്റെയൊക്കെ മനസ്സ്, കലാകാരൻ എന്നാണ് പറയുന്നത്, എന്ത് മനസ്സെന്ന് അളിച്ചോക്കി. ക്രിമിനലുകളെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, ആടുമാടുകളെ വെട്ടുന്നവരെന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും. അത്രയും ക്രൂരമായ മനസ്സില്ലെങ്കിൽ കഥയും മോഷ്ടിച്ചിട്ട് അരിയും തിന്ന് വീട്ടടവസ്ഥയും കടിച്ചിട്ട് പൂച്ചയ്ക്കാണ് മുറുകുറുപ്പ് എന്ന് പറയും പോലെ അവനൊരു ഫോൺ, റെജി മാത്യുവിന് ചെന്ന ഫോണാണ്. ഞാനൊരു 60 ലക്ഷം രൂപ അങ്ങ് ചിലവാക്കും നിനക്ക് വേണ്ടി, നിന്നെ തട്ടും. കോയമ്പത്തൂരുള്ള പാണ്ടി പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കുറേ തള്ളങ്ങ് തള്ളി. ഈ സിനിമയിലെ തള്ള് ഡയലോഗുകൾ പോലെ. ഇനിയിപ്പോൾ 30 ലക്ഷം രൂപ കൊടുക്കുമോ, ടൈറ്റിലിൽ പേര് വയ്ക്കുമോ എന്നൊക്കെ ചിലപ്പോൾ റെജി ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരുമായിരിക്കും. ഒരു കഥ പറയാൻ പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി.